സർക്കിട്ട് എന്ന് പറയുന്നത് ശരിക്ക് ആസിഫ് അലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടൈപ്പ് റോളാണ്. കാരണം ഇമോഷണലി വളരെ കണക്റ്റിംഗ് ആയ, സാധാരണ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ എന്നും ആസിഫ് അലിയുടെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹം അവതരിക്കുന്ന കഥാപാത്രങ്ങളുടെ. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു റോളാണ് ഇതിനകത്ത് അമീർ എന്ന് പറഞ്ഞ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തമറാണ്. അതുപോലെ തന്നെ സംഗീത് പ്രതാപാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്, ഗോവിന്ദ് വസന്ത മ്യൂസിക്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ മികച്ചു നിൽക്കുകയും ആസിഫ് അലിയുടെ ഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് ഇമോഷണലി നന്നായിട്ട് കണക്ട് ചെയ്ത ഒരു സിനിമയാണ് സർക്കിട്ട്. സർക്കിട്ട് കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യക്ക് പുറത്ത്, അതായത് കേരളത്തിന് പുറത്ത് ഗൾഫ് നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ വളരെ ഓതന്റിക് ആയിട്ട് ആ നാട്ടിലെ ആൾക്കാർ തമ്മിലുള്ള റിലേഷനും മലയാളികളെ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തമർ എന്ന എഴുത്തുകാരനും സംവിധായകനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇമോഷണലി ആയിട്ടുള്ള രംഗങ്ങൾ കൂടുതൽ എലിവേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചത് ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് ആ സിനിമയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇമോഷൻ തരുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. പിന്നെ സർപ്രൈസിംഗ് ആയിട്ട് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്, ഒരുപക്ഷെ അത് പാളിപ്പോയാൽ ഈ സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചതിന് അത് ഈ കൂടെ അഭിനയിച്ച ഓർഹൻ എന്നുള്ള കുട്ടിയുടെ പെർഫോമൻസ് ആണ്. അദ്ദേഹം വളരെ നന്നായിട്ട് ആസിഫ് അലിയുടെ കൂടെ അതേപോലെ ഇമോഷണലി നമ്മളെ ഹൂക്ക് ചെയ്ത രീതിയിലുള്ള ഒരു ആക്ടിംഗ് പ്രകടനമായിരുന്നു. ഇനിയും കൂടുതൽ മലയാള സിനിമ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ബാലതാരത്തെ കൂടി ഈ സിനിമയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇമോഷണലി കണക്റ്റിംഗ് ആയ ഫാമിലി ബോണ്ടിങ്ങുകൾ കാണിച്ചു തരുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമായിട്ടാണ് സർക്കിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആസിഫ് അലിയുടെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ റോളുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന അതിഗംഭീരമായ ചിത്രമായിട്ട് സർക്കിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഫ് അലി ഫാൻസിനും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ എന്ന് പറയുന്നില്ല, കാരണം ഇത് ഇമോഷണലി വളരെയധികം ഹോണ്ടിങ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. പക്ഷെ നമ്മൾക്കിടയിലും ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്, അവരെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള നല്ലൊരു മെസ്സേജ് ഈ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ദിവ്യപ്രഭയാണെങ്കിൽ ദീപക് പറമ്പോല് പോലുള്ള നല്ല സപ്പോർട്ടിംഗ് കാസ്റ്റും പ്രശാന്ത് പാലക്സ് എല്ലാവരും അവരുടെ റോളുകൾ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ആസിഫ് അലിയുടെ ഒരു വിജയ തുടർച്ചയാവട്ടെ സർക്കിട്ട് എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.